കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു വലിയൊരു മാനസാന്തരം ഉണ്ടായത് നമുക്കറിയാം. അദ്ദേഹം താർസൂസിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഈ സമയത്ത് കുതിരപ്പുറത്തു നിന്നും വീണ് അന്ധനായി പോയ ഈ പൗലോസ് ശ്ലീഹ ഒരു പുതിയ മനുഷ്യനെ മാറുകയാണ്. പക്ഷേ ഈ മനുഷ്യന് ഈ മാറ്റത്തിന് മുൻപ് തന്നെ ഒരു വിത്തിട്ട് പോയ ഒരു മനുഷ്യനാണ് സ്റ്റെഫാനോസ്. ഈ സ്റ്റെഫാനോസിൻ്റെ വസ്ത്രങ്ങൾ ഊരിവെച്ചത് സൗളിൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. പക്ഷേ ഈ സൗളിൻ്റെ പാദത്തിൻ്റെ കീഴിൽ ഈ വസ്ത്രങ്ങൾ വെച്ചതിന് ശേഷം സൗൾ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഈശോയെ പ്രതി എല്ലാവരോടും ക്ഷമിച്ചു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? പഴയ നിയമത്തിൽ സുഭാഷിതത്തിൻ്റെ പുസ്തകം 25-ാം അധ്യായം 21-22 വചനത്തിൽ പറയുന്നുണ്ട്, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ശത്രുക്കളുടെ ജീവിതത്തിൽ തീക്കനൽ കൂട്ടുന്നത് ഇതുപോലെ സ്നേഹിച്ചും ക്ഷമിച്ചുമാണ്. അതാണ് സ്റ്റെഫാനോസ് ചെയ്തത്. അത് സാവൂളിനെ മാനസാന്തരത്തിന് കാരണമായി. നമ്മുടെയും ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുടെ മാനസാന്തരത്തിന് കാരണമാകുവാൻ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ഉപകാരപ്പെടട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. പാപത്തിൻ ആഴിയിൽ വീഴാതെ എന്നുമേ കാത്തിടണേ എൻ്റെ കാരുണ്യമേ. കാത്തിടണേ എൻ്റെ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.